നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. ഇന്നത്തെ വോയിസ് സലാത്ത് മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ, 2024 മുഹറം മാസം 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ ഈ മുഹറം, സഫർ, റബീഉൽ അവ്വൽ ഈ 3 മാസങ്ങളിലായിട്ട് സ്വലാത്ത് മത്സരത്തിൽ പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ, 600ഓളം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ കോഡ് നമ്പർ കിട്ടിയവർ മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ 5 ലക്ഷം സ്വലാത്ത് ഈ റബീഉൽ അവ്വലിൽ 30-ന് മുമ്പായിട്ട് 5 ലക്ഷം സ്വലാത്ത് പൂർത്തിയായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കിട്ടുന്നവരെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെ കൂടുതലായിട്ട് വിവരങ്ങളാണ് ഈ ഒരു വോയിസിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. സമ്മാനവും അതേപോലെ അത് എത്ര ആൾക്ക് എന്നൊന്നും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാളിതുവരെ നമ്മൾ സ്വലാത്ത് മത്സരം നടത്തിയിട്ട് സിറ്റി ഓഫ് മദീന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സ്വലാത്തിലൂടെ മദീനയിലേക്ക് 3 ആളുകൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തിലൂടെ തന്നെ 1 പവൻ ഗോൾഡ് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. അജ്മീർ സിയാറത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി കഴിയുന്ന സമ്മാനങ്ങളൊക്കെ ഇതിലൂടെ അൽഹംദുലില്ലാ ചെയ്ത് ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ സ്വലാത്ത് മത്സരത്തിൽ 5 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ബേസാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്രാവശ്യത്തെ കണക്കാക്കുന്നത്. 4 ഗ്രൂപ്പുകൾ. അതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും അൽഹംദുലില്ലാ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയാണ്. അങ്ങനെ 12 ആളുകൾക്ക് ഇപ്രാവശ്യത്തെ മത്സരത്തിൽ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു സന്തോഷം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. കാരണം ഓരോ ഗ്രൂപ്പിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 4 ഗ്രൂപ്പിലായിട്ട് 12 ആളുകൾക്ക് ഇപ്രാവശ്യത്തെ 5 ലക്ഷം സ്വലാത്ത് ചൊല്ലിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ സമ്മാനം അൽഹംദുലില്ലാ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതിൽ തന്ന് സഹായിച്ച, ഇതിലേക്ക് വേണ്ടി ഒരുപാട് ആളുകൾ തന്നവരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി വിജയിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനെങ്കിലും കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണല്ലോ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞെങ്കിലോ അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ തന്നവരുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സന്തോഷം, ആ ഒരു നിയ്യത്ത് എന്താണോ അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇത് അറിയിക്കേണ്ട ദിവസം 5 ലക്ഷം സ്വലാത്ത് ഇല്ല. ഒരിക്കലും അഡ്മിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് അറിയിക്കരുത്. ഗ്രൂപ്പ് തുറന്നു തരും. റബീഉൽ അവ്വൽ 30 കഴിഞ്ഞ് റബീഉൽ ആഖിർ 1 മുതൽ 1, 2, 3 റബീഉൽ ആഖിർ 3 ഇന്ത്യൻ സമയം രാത്രി 10 മണി വരെ ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇനി മെസ്സേജ് കണ്ടില്ല, വോയിസ് കേട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരരുത്. ആ ഗ്രൂപ്പ് ഓപ്പൺ ആവും. ആ സമയത്ത് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ആരൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയും. പേഴ്സണലി അയക്കുമ്പോൾ ഇത്ര 700 ആളുകൾ പേഴ്സണലി അയക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ തന്നെ നോക്കാൻ നമുക്ക് ഒഴിവിനനുസരിച്ച് ഓരോ ഗ്രൂപ്പ് അതിൻ്റേതായ രീതിയിൽ നോക്കാൻ കഴിയും. അതിന് ശേഷം റിസൾട്ട് ഓരോ ഗ്രൂപ്പിൽ നോക്കി അതിൻ്റേതായ റിസൾട്ട് പ്രഖ്യാപനവും ഇൻഷാ അല്ലാഹ് നടത്തിയത് വിവരങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ ഇനി അറിഞ്ഞില്ല, എവിടെയാണ് അറിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആരും വരരുത്. അതിന് ശേഷം അറിയിക്കുന്നതോ പേഴ്സണൽ അറിയിക്കുന്നതോ ഒന്നും പരിഗണിക്കപ്പെടില്ല. അപ്പോൾ 3 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. റബീഉൽ ആഖിർ 1, 2, 3 രാത്രി 10 മണി വരെ, 3-ാം തീയതി 10 മണി വരെ. അപ്പോൾ അത് റബീഉൽ ആഖിർ 3, 10 മണി വരെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അതേപോലെ കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ് അതിനേക്കാൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇനി ഇതുപോലെയുള്ള മത്സരത്തിൽ പങ്കെടുക്കാനും കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.